മലപ്പുറം കോട്ടയ്ക്കലിൽ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. കോട്ടയ്ക്കൽ ചിനക്കൽ സ്വദേശി പൂക്കയിൽ മുഹമ്മദ് അലിയുടെ മകൻ മുഹമ്മദ് അഫ്ലഹാണ് മരിച്ചത്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്തോർ. വല്ലാത്തൊരു വിഷമം തോന്നി ഇന്ന് മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിൽ നിന്ന് കേട്ടൊരു വാർത്ത. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് അഫ്ലഹ് എന്ന പേരിലൊരു പൊന്നുമോൻ ഇന്നലെ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് അവധിയായൊരു ദിവസമായിരുന്നു. അപ്പോഴാണ് ഇവൻ കൂട്ടുകാരും ഒത്തിട്ട് കുളിക്കാൻ പോയത്. ആ കുളിക്കുന്നതിനിടെ അബദ്ധത്തിൽ വെള്ളത്തിൽ മുങ്ങിപ്പോയതാണത്രേ. ഉടൻ തന്നെ എല്ലാവരും കൂടി കണ്ട് രക്ഷപ്പെടുത്തിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാ. പക്ഷേ പടച്ച റബ്ബിൻ്റെ വിധി, ഇന്ന് രാവിലെ കുട്ടി മരണത്തിന് കീഴടങ്ങി. ഇന്നാലില്ലാഹി വ ഇന്നാലി റാജിഊൻ. അള്ളാഹു ആ ഒരു കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകട്ടെ. ആ ഒരു മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ വേദന നമുക്കത് ഊഹിക്കാനും പറയാനും പോലും കഴിയില്ല. ആ കുട്ടിക്ക് അള്ളാഹു രക്തസാക്ഷിയുടെ പദവി കൊടുക്കട്ടെ. ഹബീബായ നബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, വെള്ളത്തിൽ മുങ്ങി മരിച്ച ആളുകൾക്ക് രക്തസാക്ഷികളുടെ പദവി ഉണ്ട് എന്നുള്ളത്. ആ മാതാപിതാക്കൾക്ക് ആ പദവിക്കപ്പുറം തങ്ങളുടെ പ്രിയപ്പെട്ട മോനെ നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വേദനയാണ്. നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആ ഒരു കുടുംബത്തെക്കുറിച്ച്, മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ നടുവട്ടം എന്ന് പറയുന്ന ഒരു ഭാഗത്താണ് ഈ ഒരു കുട്ടിയുടെ വീട്. മുഹമ്മദ് അലിയുടെ മകനാണ് മുഹമ്മദ് അഫ്ലഹ്. അതുമാത്രമാണ് എനിക്കറിയാവുന്നൊരു കാര്യം. നല്ല സജീവമായിട്ട് മറ്റെന്തിലും ഇടപെട്ടിരുന്നൊരു കുട്ടിയാണ്. പക്ഷേ ആ ഒരു മരണത്തിൻ്റെ സമയമായി കഴിയുമ്പോൾ എങ്ങനെയോ ആ കുളത്തിൽ ഇറങ്ങാൻ തോന്നുന്നു, കുളത്തിൽ മുങ്ങി താഴുന്നു. ഇതൊന്നും 4ാം മാസത്തിൽ റൂഹ് ഊതിയിട്ട് റബ്ബ് നിശ്ചയിച്ചതാണ് നമ്മുടെ മരണം എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, എവിടെ അവധി ദിവസങ്ങളുണ്ടോ അവിടെയൊക്കെ ഇതുപോലെയുള്ളൊരു മുങ്ങി മരണത്തിൻ്റെ വാർത്ത നമ്മൾ സാധാരണ കേൾക്കലുണ്ട്. നമ്മളെപ്പോഴും പറയുന്ന, വളരെ ശ്രദ്ധയോടുകൂടി പറയുന്ന ഒരു കാര്യമാണ്, കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. അവധി ദിവസങ്ങളാണ് ഇത്തരം അപകടങ്ങൾ, ജല അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണം. നമ്മൾ വയനാട് ദുരന്തത്തിൻ്റെ വേദന തന്നെ മാറുന്നതിന് മുൻപാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് ഇങ്ങനെയൊരു വേദനയുള്ള, വളരെ എന്താ പറയുക, നമ്മുടെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത കൂടി കേട്ടത്. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാവരുടെ പ്രാർത്ഥനയിലും ആ കുടുംബത്തിന് വേണ്ടി ഉൾക്കൊള്ളി. നമ്മുടെ വീഡിയോ കാണുന്ന കാസർഗോഡുള്ള ഹസീന എന്ന് പറയുന്ന ഒരു യുവതി വിളിച്ചിരുന്നു. അവരുടെ മകൻക്ക് മഞ്ഞപ്പിത്തമായിരുന്നു. വളരെ വലിയ വിഷമത്തിലാണ്. ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് അവരുടെ ഹസ്ബൻഡിനും മഞ്ഞപ്പിത്തം അങ്ങേയറ്റം ഓവറായിക്കെന്നാണ് ഇപ്പോൾ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത്. അന്നന്നക്ക് കൂലിയെടുത്ത് ജീവിക്കുന്ന കുടുംബമാണ്. ഹോസ്പിറ്റലിലായാൽ പോലും ഒരാൾ നിൽക്കാനില്ലാത്തൊരവസ്ഥ. അത്രയും സാമ്പത്തികമായ ബുദ്ധിമുട്ട്. നമ്മുടെ പ്രാർത്ഥന മാത്രമാണ് കരുത്ത്. അള്ളാഹു ആ ഒരു മകൻക്കും പിതാവിനും അസുഖങ്ങൾ, എന്ത് അസുഖങ്ങളുണ്ടെങ്കിലും ശിഫ നൽകുന്നവൻ അള്ളാഹു ആണല്ലോ, കൊടുക്കുന്നവരും അള്ളാഹു തന്നെ. അള്ളാഹു മാറ്റിത്തരട്ടെ. സന്തോഷമുള്ളൊരു ലൈഫിലേക്ക് ആ കുടുംബത്തിന് അള്ളാഹു മാറ്റി. കാരണം ആ കുടുംബം നോക്കുന്ന ഭർത്താവിന് ജോലിക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യം വന്നാൽ വളരെ ബുദ്ധിമുട്ടാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഭർത്താവിനും ഇവർക്കൊക്കെ അസുഖങ്ങൾ വന്നിട്ട് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറിയത്. അവരെ സങ്കടം കേട്ടപ്പോൾ നമുക്ക് വലിയ സങ്കടം തോന്നി. അത് പ്രാർത്ഥിക്കാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട്, കാസർഗോഡുള്ള ഹസീനയുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. എന്തുണ്ടെങ്കിലും മാറ്റി തരട്ടെ പടച്ചോനെ കൊണ്ട് കഴിയും. നമ്മുടെ ദുആയിൽ ഉണ്ടായാൽ മതി. കൂടുതൽ എനിക്ക് പേഴ്സണലായിട്ടൊരു കാര്യം പറയണം. എൻ്റെ ഉപ്പയുടെ 3ാമത്തെ ഒരാണ്ടാണ്. എൻ്റെ ഉപ്പ മരിച്ചിട്ട് 3ാമത്തെ ഒരാണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൻ്റെ എന്താ പറയുക, അതിൻ്റെ പാർട്ട്ണറായ മലപ്പുറം ജില്ലയിലെ വെളിയങ്കോടുള്ള റഫീഖ് എന്ന സോഫിയുടെ ഉപ്പയുടെയും ആണ്ടാണ്. മൂപ്പരുടേത് 22ാമത്തെ ആണ്ടാണെങ്കിൽ എൻ്റെ ഉപ്പയുടെ 3ാമത്തെ ഒരാണ്ടാണ്. എല്ലാവരും ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹു നമ്മുടെയൊക്കെ മരണപ്പെട്ടു പോയ ആളുകളെല്ലാവരെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബായ നബിയോടൊപ്പം അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. അപ്പോൾ ഇന്ന് ഉച്ചക്ക് ജുമാൻ്റെ മുൻപ് മൗലിദ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും ജുമാ കഴിഞ്ഞ് ഉസ്താദും എല്ലാവരും കൂടി ചെയ്യുന്നു. ഉപ്പാടെ ഖബറിങ്ങ് പോയി ദുആ ചെയ്തു. വന്ന് പെങ്ങളും കുറച്ച് വളരെ അടുത്ത കുടുംബക്കാരെ മാത്രമാണ് ക്ഷണിച്ചിരുന്നത്. എല്ലാവരും ദുആലും ഭക്ഷണത്തിലൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഉപ്പ, എനിക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട്. കാരണം എനിക്കിപ്പോഴും ഓർക്കും, എൻ്റെ കയ്യിൽ നിന്ന് എപ്പോഴും കുറച്ച് കാശ് കിട്ടി, നമ്മുടെ കയ്യിൽ കുറേ കാശ് കിട്ടിയിട്ട് അത് ഉപ്പാക്ക് കൊടുക്കണം എന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിന് മുൻപാണ് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ വിടവാങ്ങിയത്. ഞാൻ ഇന്നും ഓർക്കുന്നു. മരണപ്പെടുന്നതിൻ്റെ 2 ദിവസം മുൻപ് ശ്വാസമുട്ടലായിട്ട് എടപ്പാളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നല്ല ആരോഗ്യമുള്ള ഒരാളായിരുന്നു. അങ്ങനെ സാധാരണ ഉണ്ടാകുന്ന ഒരു ശ്വാസം മുട്ടാണ്. പെട്ടെന്ന് കൊണ്ടുപോയപ്പോൾ അങ്ങനെ പെട്ടെന്ന് കണ്ട് അടുക്കാത്തൊരു പ്രകൃതമാണ് ഉപ്പ. നല്ല സ്നേഹമുണ്ട്, പക്ഷെ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല.
എപ്പോഴും നമ്മളൊരു അകന്ന് നിൽക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു. നമുക്ക് ഭയങ്കര പേടിയിൽ നിന്ന് നമ്മളിങ്ങനെ മാറിക്കൂലേ വാപ്പാൻ്റെ അടുത്തു നിന്നൊക്കെ, അങ്ങനെയാണ് നമ്മൾ നിൽക്കല്. അപ്പോൾ പറഞ്ഞു എനിക്കൊരു മസാല ദോശ തിന്നണം എന്ന് പറഞ്ഞ് ഞാൻ കടയിൽ പോയിട്ട് അതൊക്കെ മേടിച്ചു കൊടുത്തു. അങ്ങനെ ശ്വാസം മുട്ട് കുറച്ചൊരു കുറവുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നു. വീണ്ടും കൂടിയപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് അതിൻ്റെ ആവി പിടിപ്പിക്കണ ഉപകരണങ്ങളും കൃത്രിമ ശ്വാസം കൊടുക്കാൻ വേണ്ടി ഓക്സിജനും ഒക്കെ സെറ്റാക്കി വെച്ച അന്ന് ദിവസം രാവിലെ നല്ല ഭക്ഷണം കഴിച്ചു, ഉച്ചക്ക് ഭക്ഷണം കഴിച്ചു. അങ്ങനെ വൈകിട്ട് മഗ്‌രിബിനോട് നേർന്നിട്ടാണ് വിട പറഞ്ഞത്. പടച്ചോനെ, അങ്ങനെ നമ്മുടെ ഉപ്പമാർ നമ്മുടെ കൈവിട്ടു പോകുമ്പോഴാണ് നമ്മൾ അനുഭവിക്കുന്ന തണല് മുഴുവൻ കൊണ്ടൊരു വെയിലാണ് ഉപ്പ എന്നുള്ള ബോധ്യം നമ്മുടെ മുന്നിലുണ്ടാവുക. എന്നും ഉപ്പാൻ്റെ ഖബറിലേക്ക് ചെല്ലുമ്പോൾ, കളച്ചാല് പള്ളിയിലേക്ക് പോകുമ്പോഴൊക്കെ നമ്മൾ അവിടെ ദുആ ചെയ്യാതെ പോലില്ല. എപ്പോഴും നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർ കാത്തിരിക്കും നമ്മൾക്ക് വേണ്ടിയിട്ട്. നമ്മുടെ ഉപ്പയായാലും ഉമ്മയായാലും ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ മൂല്യങ്ങൾ മനസ്സിലാവില്ല. എനിക്കിപ്പോഴും തോന്നിയിട്ടുണ്ട്, ഉപ്പയോടുള്ള നമ്മുടെ കടപ്പാടുകളൊക്കെ റബ്ബേ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ടോ? ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെ ഒരു ചിന്ത നമുക്ക് വന്നിരുന്നില്ല. പിന്നെ തോന്നും എവിടെയൊക്കെയോ നമുക്ക് കുറവുകൾ പറ്റിയിട്ടുണ്ട്, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നമുക്ക് നമ്മുടെ ഉപ്പാക്ക് ഞാൻ എപ്പോഴും അഭിമാനത്തോടെ ആലോചിക്കലുണ്ട്. എൻ്റെ വല്യമ്മ മരിച്ചപ്പോൾ ആ വല്യമ്മയുടെ 2 മക്കളായ എൻ്റെ ഉപ്പയും എളാപ്പയും അന്ന് ഇവിടെ നാട്ടിലില്ല. ആ വല്യമ്മക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചത് ഞാനാണ്. എൻ്റെ ഉപ്പ മരിച്ചപ്പോൾ ഉപ്പാക്ക് വേണ്ടി നിസ്കരിച്ചത് ഞാനാണ്. അപ്പോൾ എൻ്റെ ഉപ്പ കുറച്ചു കാലം മതം പഠിപ്പിക്കാൻ വേണ്ടി പള്ളിയിലാക്കിയത് കൊണ്ട് എൻ്റെ ഉപ്പാക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യാനും ഒരു മൗലിദ് ഓതാനും അവർക്ക് വേണ്ടി മറ്റെന്തെങ്കിലും സ്വതക്കകൾ ചെയ്യാനും ഒക്കെ നമ്മളെ മതപരമായിട്ട് അവർ പഠിപ്പിച്ചത് കൊണ്ട് മാഷാ അല്ലാ അതൊരു വലിയ സന്തോഷമാണ്. എപ്പോഴും ഉപ്പ ഗൾഫിലൊക്കെ ആകുമ്പോൾ ഇങ്ങനെ പറയും, പഠിക്കാൻ വേണ്ടി എത്ര കാശ് വേണമെങ്കിലും ഞാൻ തരാൻ തയ്യാറാണ്. ഇല്ല, ഉപ്പയുടെ കയ്യിൽ കാശില്ല, അറിയാം. എന്നാലും പഠിപ്പിക്കാൻ വേണ്ടി ആ ഉപ്പ പറയുന്നൊരു ഊർജ്ജമുണ്ട്. എനിക്കിന്നും ഓർമ്മയുണ്ട്, ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ നടന്നു പോണ സമയത്ത് ഒരു പാലത്തിൻ്റെ കൈവരി എന്നൊക്കെ, ഒരു പാലം എന്ന് പറയുന്നത് ഒരു തെങ്ങുമുട്ടി ഇട്ടിക്കണം, ഒരു തെങ്ങിൻ്റെ കഷ്ണം, ഒരു മരത്തടി, അതിമക്കൂടെ നടന്നു പോകണം. ആ തോടിൻ്റെ മുകളിലെ പാലം അതാണ്. അപ്പോൾ അവിടെ 2 പേരിങ്ങനെ ഇരുന്ന് കളിതമാശകൾ പറയുമ്പോൾ അവരെന്നെ പേടിപ്പിച്ച് ഞാൻ ഓടി. ഇപ്പോൾ ഇത് വീടോന്ന് കരുതിയിട്ട് ഓടിയപ്പോൾ ഞാൻ അങ്ങനെ വീണു. ഇവിടെയൊക്കെ മേലാകെ മുറിവായി, ഷർട്ടൊക്കെ കീറി. അങ്ങനെ ഞാൻ ഉമ്മയുടെ വീട്ടിലേക്ക് പോവാണ് നെല്ലിശ്ശേരിക്ക്. അവിടുന്ന് തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഉപ്പ ഇത് കാണുകയാണ്, എന്താണ് മേത്ത് പറ്റിയത്. ഇപ്പോൾ ഭയങ്കര ചൂടനാണ് ഉപ്പ. ആ ഒരു ചൂട് ഭയങ്കര ദേഷ്യം പിടിക്കും, ശബ്ദം ഇടും, അങ്ങനത്തെ ഒക്കെ ഒരു പ്രകൃതമാണ്. നല്ല ഉള്ളിൽ നിന്ന് ഭയങ്കര സ്നേഹമാണ്, ഒരു പച്ചയായൊരു മനുഷ്യൻ. അങ്ങനെ പെട്ടെന്നൊന്നും ആൾക്കാർക്ക് അങ്ങനെ അടുക്കാൻ പറ്റാത്തൊരു ക്യാരക്ടർ. അങ്ങനെ അങ്ങാടിയിലൊന്നും പോയിരിക്കൂല. വീട്, കുറച്ച് ആടുകൾ, കൃഷി എന്ന് പറഞ്ഞാൽ ഈ ഒരു ആട് കൃഷി, ആ വീട്ടിലേക്ക് എന്തെങ്കിലും പൈപ്പൊക്കെ കേട്ടെന്നിങ്ങനെ നേരാക്കുക, അങ്ങനെ വീട്ടിലിങ്ങനെ വ്യാപൃതനാവുക. വെള്ളിയാഴ്ച അങ്ങനെ പള്ളിയിലേക്ക് പോവുള്ളൂ. വല്ലാത്ത ദിവസം വീട്ടിലിരുന്നിട്ട് ആ വക്തിൽ നിസ്കരിക്കുക, നടക്കാൻ വയ്ക്കൂല, കാൽമുട്ടിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ കാരണം. അങ്ങനെ അങ്ങാടിയിലൊന്നും പോയിരിക്കൂല. അപ്പോൾ വന്നിട്ട് എന്നെയും കൂട്ടിയിട്ട് പോവുകയാണ്. അയാളെ വീട്ടിലേക്ക് പോയിട്ട് അയാളൊരു യുവാവാണ്. എൻ്റെ ഉപ്പ ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു, പിടിച്ചാൾ അടിച്ചു. പിന്നീട് അതൊക്കെ മാറിയിട്ടോ, അയാൾ എൻ്റെ അടുത്ത് കൊടുത്ത ഫ്രണ്ടാണിന്ന്. അപ്പോൾ അയാൾക്ക് മനസ്സിലായി, ഞാനെങ്ങാനും ആ തോട്ടിലേക്ക് വീടിയിരുന്നെങ്കിൽ നമ്മൾ ഈ മുഹമ്മദ് അഫ്ലഹിൻ്റെ പോലത്തെ ഒരു കഥാപാത്രമായിട്ട് ഞാൻ മാറിയേനെ. പിന്നെ ഗൗരവം ഉപ്പാക്കറിയാം. അങ്ങനെ ഒരു വല്ലാതെ സ്നേഹം ഉണ്ടായിരുന്ന ഒരു ഉപ്പ. പക്ഷേ കുറേ പറയാനുണ്ട്. എൻ്റെ ഉപ്പാക്ക് വേണ്ടുള്ള കടപ്പാടുകളും കടമകളൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ പൂർത്തീകരിച്ചോ എന്നുള്ള കാര്യത്തിലാണ്. അള്ളാഹുവെ, നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാരൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ മക്കൾ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും എന്തുമാത്രം അവർ നമുക്ക് വേണ്ടി വെയിൽ കൊണ്ടിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേരുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ടാവാം. അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്ന അള്ളാഹു നമ്മുടെയൊക്കെ മരണപ്പെട്ട ആളുകളുടെ മഗ്ഫിറത്തും മർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അതോടൊപ്പം ആ കോട്ടക്കൽ മരണപ്പെട്ട ഒരു കുട്ടിയുണ്ടല്ലോ, മുഹമ്മദ് അഫ്ലഹ്, ആ കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യണം. അവിടെ ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകൾ എൻ്റെ ഉപ്പാക്ക് വേണ്ടി, അതോടൊപ്പം നമ്മുടെ ചാനലിലെ പാർട്ണറായ സോഫി എന്ന റഫീഖിൻ്റെ ഉപ്പാടെയും ആണ്ടാണെന്ന് 22ാമത്തെ ആണ്ട്. ഉപ്പാക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യണം. അള്ളാഹു നമ്മളെ എല്ലാം, ഈ വിസാൽ മീഡിയയുടെ കുടുംബമെല്ലാം ഒരു സ്വാലിഹായ ഒരു കൂട്ടമാക്കിയിട്ട് അള്ളാഹു സ്വീകരിക്കട്ടെ. പറയുന്നതും കേൾക്കുന്നതും ഒക്കെ ഒരു സ്വാലിഹായ അമലാക്കി അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.